ഞാൻ ഹീലർ സാദിഖ്. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് കൈകാൽ തരിപ്പ്, അല്ലേ? കൂടുതലായിട്ടും കാൽ മുട്ടിന് താഴോട്ട് തരിപ്പ്, മരവിപ്പ്, സൂചി കുത്തണ പോലത്തെ അവസ്ഥ, നടക്കാൻ പറ്റില്ല, കാലില്ലാത്ത പോലത്തെ ഫീല്, അല്ലെങ്കിൽ കാലിൻ്റെ അടിയിൽ പഞ്ഞി പോലെ ഇരിക്കുന്നു. ഇങ്ങനെ ഒട്ടനവധി മുട്ടിന് താഴത്തോട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് കാണുന്നത്. കൈയിൻ്റെ തരിപ്പ് അത് വേറൊരു വിഭാഗമാണ്. എന്തായാലും കാലിന് താഴോട്ട്, അതായത് മുട്ടുകാലിന് താഴോട്ടുള്ള തരിപ്പും മരവിപ്പും കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു 40-50 കഴിഞ്ഞാൽ തുടങ്ങുന്നു. അതൊരു 60-ലോട്ടും 70-ലോട്ടും എത്തുമ്പോഴേക്കും അതിൻ്റെ കാഠിന്യത കൂടിയിട്ട് ഒട്ടനവധി വിഷമങ്ങളുമായിട്ട് വരുന്നവർ ഒരുപാട് പേര് നമ്മൾ കാണുന്നുണ്ട്. ഷുഗറിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഈ കൈകാൽ മരവിപ്പിനെ നമ്മൾ അറിയപ്പെടുന്നത്, അതായത് ഡയബറ്റിക് ന്യൂറോപ്പതി. ഈ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ ഷുഗറുകാർക്ക് മാത്രം ആയിരുന്നു മുമ്പെങ്കിൽ ഇപ്പോൾ അത് ഷുഗർ ഇല്ലാത്തവർക്കും വരുന്നുണ്ട്. അതാണ് ഇത്തരമൊരു വീഡിയോ ചെയ്യാനായിട്ട് തന്നെ പ്രേരിപ്പിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടനവധി പേർക്ക് ഈ കൈകാല് തരിപ്പ്, മരവിപ്പ്, ഇപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ ഒരു പ്രത്യേക വിഭാഗം പെരിഫറൽ ന്യൂറോപ്പതി എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് മാറുന്നുണ്ടോ? മാറുന്നില്ല. എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയാൻ പാടില്ല എന്താ മാറാത്തതെന്ന്. മരുന്നുകൾ കഴിച്ച് ഇങ്ങനെ നടക്കും നമ്മൾ, ഷുഗറിന് മരുന്ന് കഴിക്കുന്നത് പോലെ. ഷുഗറിന് മരുന്നുകൾ കഴിച്ച് മാത്രം നടന്നാൽ ഷുഗർ മാറില്ല. ഷുഗർ എന്നല്ല, ഒരസുഖവും മരുന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാറാൻ പോണില്ല. അതാണ് ഇപ്പോഴത്തെ എല്ലാത്തിൻ്റെയും പ്രശ്നങ്ങളും. മരുന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു. മരുന്നല്ല, നമ്മുടെ ജീവിത രീതികളാണ് മാറേണ്ടത്. മുൻകാലങ്ങളിൽ നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ ഡോക്ടർ മരുന്നുകൾ തന്നിട്ട് ഇന്ന ഭക്ഷണം കഴിക്കരുത്, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത് എന്നൊക്കെ പറയും. ഇപ്പോൾ ആളുകൾക്ക് ഇഷ്ടമല്ല, ഈ പഥ്യം പറയുന്നത് ആളുകൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഡോക്ടർമാർ പറയാറില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകില്ല പിന്നെ. കാരണം പഥ്യം ഉണ്ടല്ലോ, മറ്റേ ഡോക്ടറാകുമ്പോൾ പഥ്യമില്ല, അപ്പം അങ്ങോട്ട് പോവാം. പക്ഷേ പഥ്യം, ശരീരത്തിന് ആവശ്യമുള്ള പഥ്യമാണ് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നത്. അത് പാലിക്കാൻ നമ്മൾ നമ്മുടെ ശരീരത്തിനോട് സ്നേഹമുള്ളവരാണെങ്കിൽ അത് ബാധ്യസ്ഥനാണ്, പാലിച്ചേ പറ്റൂ. ഷുഗറിന് മരുന്ന് കൊണ്ട് മാത്രം മാറ്റാമെന്ന് വിചാരിക്കുന്നത് വളരെ വലിയൊരു തെറ്റാണ്. ഷുഗർ മാറില്ല. പ്രസവത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഷുഗർ, മറ്റെന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടുവരുന്ന ഷുഗർ, മറ്റെന്തെങ്കിലും മെഡിസിൻ എടുക്കുമ്പോൾ അതോട് ബന്ധപ്പെട്ട് വരുന്ന ഷുഗർ ഒക്കെ ആണെങ്കിൽ അതങ്ങോട്ട് മാറിപ്പോകും. പക്ഷേ അല്ലാണ്ട് പാരമ്പര്യമായിട്ടോ നമ്മുടെ ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടിട്ടോ വരുന്ന ഷുഗർ നമ്മളെ വിട്ടു പോവില്ല. മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അത് പിന്നീട് ഷുഗറിൽ ബ്ലഡൊക്കെ നോർമലായിരിക്കും, പക്ഷേ ഷുഗറിന്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കും. അതായത് ഒരു ഷുഗർ രോഗി എന്ന് പറഞ്ഞാൽ ഒരു കിഡ്നി രോഗിയാണ്. ഒരു കിഡ്നി രോഗി ജനിക്കുന്നു എന്നാണ് ഒരു ഷുഗർ രോഗി ജനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഷുഗർ എന്ന് പറയുന്ന സാധനത്തിനെ മരുന്ന് കൊണ്ട് മാത്രം കുറക്കാൻ ശ്രമിക്കാതെ നമ്മുടെ ജീവിത രീതികളിൽ ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് കിഡ്നി രോഗത്തിലേക്ക് മാറാണ്ട് കാൽമരവിപ്പ്, കടച്ചിൽ, പുകച്ചിൽ, മുറിച്ചു കളയൽ, ഇതിലൊക്കെ ഒന്നും പോകാണ്ട് ശരീരത്തിനെ നിർത്താൻ കഴിയുള്ളൂ, സംരക്ഷിച്ച് നിർത്താൻ കഴിയുള്ളൂ. എന്താണ് ഈ മരവിപ്പിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ ശാസ്ത്രീയമായ മറ്റു സയൻസിലോട്ടൊന്നും പോകണില്ല. കാരണം എല്ലാവർക്കും മനസ്സിലാവണം, അതാണ് എൻ്റെ ഉദ്ദേശം. എൻ്റെ വീഡിയോക്ക് നീളം കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടനവധി പരാതികളുണ്ട്. പക്ഷെ സാരില്ല, നീളം കൂടുതലായാലും എല്ലാവർക്കും മനസ്സിലാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആഗ്രഹമുള്ളവർ കേട്ടിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. ഞാൻ എന്തായാലും വളരെ വലിയൊരു നന്മ ഉദ്ദേശിച്ചാണ് ഓരോ വീഡിയോയിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓരോ വീഡിയോയുടെ പുറകിലും എൻ്റെ മനസ്സുകൊണ്ട് എല്ലാവർക്കും, ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയാൻ സാധിച്ചാൽ ആ ഒരു പ്രാർത്ഥന എനിക്ക് ഉണ്ടാവുമല്ലോ എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലാണ്ട് ആരുടെയും ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടാനോ അതൊന്നും അല്ല. അപ്പൊ ദയവ് ചെയ്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളുടെ നന്മ മാത്രം ഉൾക്കൊള്ളുക. പെരിഫറൽ ന്യൂറോപ്പതി, ഡയബറ്റിക് ന്യൂറോപ്പതി, പച്ചയായി പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ് നമ്മുടെ കാലുകളെ മറന്നു തുടങ്ങി. കാലുകളിലേക്ക് വേണ്ട രക്തത്തിന് കൊടുക്കാൻ തലച്ചോറ് മറന്നു. അല്ലെങ്കിൽ കാലുകൾക്ക് വേണ്ട ഊർജത്തിന് എന്തൊക്കെ അവിടെ ആവശ്യമുണ്ടോ അതൊക്കെ പയ്യെ കൊടുക്കാനുള്ള മടി കാണിച്ചു തുടങ്ങി. രണ്ട് കാലുകളെയും നമ്മുടെ തലച്ചോറ് പയ്യെ അവഗണിച്ചു തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മരവിപ്പ് എന്ന് പറയുന്നത്. ഇനി തലച്ചോറിന് കാലുകളുടെ ആവശ്യമില്ല, കാലുകളിലേക്ക് ഒന്നും കൊടുക്കില്ല. ആ ഒരു സൂചനയാണ് നമുക്കവിടെ തരുമ്പോൾ മനസ്സിലാക്കേണ്ടത്.
അപ്പൊ അതിന് നമ്മൾ കാലുകളെ മാത്രമല്ല ട്രീറ്റ് ചെയ്യേണ്ടത്, തലച്ചോറിനെ ട്രീറ്റ് ചെയ്യണം. തലച്ചോറിന് എന്തൊക്കെ വേണം അതും കൂടെ കൊടുക്കാൻ തയ്യാറാവണം. തലച്ചോറിന് വേറെ ഒന്നും നമ്മൾ കൊടുക്കണ്ട, വിശ്രമം കൊടുത്താൽ മതി. മനസ്സിലായോ? തലച്ചോറിന് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. നമ്മളൊന്ന് വിശ്രമിക്കാൻ അനുവദിക്കുക. നമ്മൾ വിശ്രമിക്കുന്ന രീതികൾ തെറ്റാണ്. നമ്മൾ വിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചാൽ തലച്ചോറ് വിശ്രമിക്കണം. സൂര്യോദയത്തിന് മുമ്പേ എഴുന്നേൽക്കണം, സൂര്യൻ അസ്തമിച്ചാൽ വിശ്രമിക്കണം. നമ്മുടെ പഴയ കാരണന്മാരുടെ ശീലങ്ങൾ. സൂര്യൻ അസ്തമിച്ചാൽ മാക്സിമം 9-9:30 നിങ്ങൾ കിടന്ന് ഉറങ്ങിക്കോളൂ. തലച്ചോറ് തന്നെ ആ ജോലിയുള്ളത്, നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ഈ ജോലികളെ തീർക്കാൻ സമയം ആവശ്യമാണ്. ആ സമയം രാത്രി ഉറങ്ങുന്ന സമയത്താണ്. അപ്പൊ ആ സമയത്തിന് നമ്മൾ ഉറങ്ങാൻ അനുവദിക്കാതെ, വിശ്രമിക്കാൻ അനുവദിക്കാതെ നമ്മൾ ഉണർന്നിരിക്കുകയാണ് ടിവിയുടെ മുമ്പിലോ മൊബൈലിന്റെ മുമ്പിലോ, അതല്ലെങ്കിൽ മറ്റു വെറുതെ വീട്ടുകാരായിട്ടിരുന്ന് വർത്താനം പറഞ്ഞ് ചിരിയും കളി ആയാൽ പോലും തെറ്റാണത്. നിങ്ങൾ ശരീരത്തിനെ വിശ്രമിക്കാൻ അനുവദിക്കുക. ചിരിയും കളിയും എല്ലാം നിങ്ങൾ പകലായിക്കോളൂ, മറ്റ് സമയങ്ങളിലായിക്കോളൂ. 9 മണി വരെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അത് കഴിഞ്ഞാൽ തലച്ചോറിനെ വിശ്രമിക്കാൻ അനുവദിച്ചേ പറ്റൂ. നിങ്ങൾക്കൊരു രോഗാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഇത്രയും ശക്തമായ ഭാഷയിൽ തന്നെ പറയുന്നത്. ദയവ് ഇത് മനസ്സിലാക്കുക. തലച്ചോറ് വിശ്രമിക്കാൻ അനുവദിച്ചാൽ തലച്ചോറ് ശരീരത്തിനെ റിപ്പയർ ചെയ്ത് കറക്റ്റാക്കി തരും. ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ, മരുന്ന് കഴിക്കും, വിത്തൗട്ട് ചായയും വൈകുന്നേരം ചപ്പാത്തി, കൂടി വന്ന ഓട്സ്. ആർക്കെങ്കിലും എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? മരുന്നും കഴിക്കുന്നുണ്ട്, ഓട്സും കഴിക്കുന്നുണ്ട്, ചപ്പാത്തിയും കഴിക്കുന്നുണ്ട്, വിത്തൗട്ട് ചായയും കഴിക്കുന്നുണ്ട്. എന്നിട്ടും ഒരു ഗുളിക എന്നുള്ളത് 2 ഗുളിക ആവുന്നുണ്ട്, പിന്നെ 3 ഗുളിക ആവുന്നുണ്ട്, പിന്നെ ഇൻസുലിൻ ആവുന്നുണ്ട്, അതിൻ്റെ അളവ് കൂടുന്നുണ്ട്. എന്നാലും കാലിന് മരവിപ്പും വരും, എല്ലാം വരും. അപ്പോൾ മരുന്നല്ല, മരുന്നിനേക്കാൾ ഉപരി മരുന്നിനോടൊപ്പം തീർച്ചയായിട്ടും നമ്മുടെ ശീലങ്ങൾ മാറ്റിയേ പറ്റുള്ളൂ. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളുടെ അളവ് കുറയ്ക്കുക. അതായത് അരി ഭക്ഷണവും ഗോതമ്പും, അരിയും ഗോതമ്പും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അരി ഭക്ഷണം എന്നാൽ കാർബോഹൈഡ്രേറ്റ് ശരീരത്തിന് ആവശ്യവുമാണ്. നമ്മുടെ മില്ലറ്റ്, പഴയകാല അരികളിലേക്കൊന്ന് മാറുക. ചാമയരി, വരക്, കുതിരവാലി, റെഡ് റോ, ഇങ്ങനെ പല 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 മില്ലറ്റ്സുകളുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ചാമയരിയാണ്. ശരീരത്തിന് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ചാമയരിയിലേക്ക് ബജ്ര പോലുള്ള അതൊക്കെ വെച്ചിട്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയാൽ നല്ലതാണ്. അങ്ങനെയുള്ള അരികളിലേക്ക് മാറുക. അതിൻ്റെ കൂടെ ഒന്ന് സഹായിക്കുക, ശരീരത്തിനെ സഹായിക്കുക. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണത്തിനോടൊപ്പം ആൽക്കലൈൻ കൊടുക്കുക. പ്രോട്ടീൻ കഴിയുന്നതും ഒഴിവാക്കുക. അരി ഭക്ഷണത്തിനോടൊപ്പം പ്രോട്ടീൻ കഴിക്കാതിരിക്കുക. അതായത് പുട്ടിൻ്റെ കൂടെ പരിപ്പ്, പയറ്, കടല, മുട്ട പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് വെജിറ്റബിൾ കറികൾ കൂട്ടുക. പരിപ്പ്, പയറ്, കടലയൊക്കെ സെപ്പറേറ്റ് കഴിച്ചോളൂ. കപ്പ കഴിക്കരുത്, മധുരക്കിഴങ്ങ് കഴിക്കാം. ഈ രണ്ടിൻ്റെയും കൂടി ഒരേ സ്വഭാവമുള്ള ഭക്ഷണങ്ങളെ കഴിക്കാൻ ശ്രമിക്കുക. 2 സ്വഭാവമുള്ളത് ഒഴിവാക്കുക. അപ്പൊ ശരീരത്തിനെ നമുക്ക് സഹായിക്കും. ശരീരം നമുക്ക് തിരിച്ച് അതിൻ്റെ പ്രത്യുപകാരം ചെയ്യും, നമ്മളെ ആരോഗ്യവാനാക്കി നിർത്തും. അപ്പൊ കുറച്ചു കാലമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. പിന്നെ അതിരാവിലെ തന്നെ കുളിക്കുക. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വെയിലിന്റെ ചൂട് കൂടുന്നതിന് മുമ്പേ തല നനഞ്ഞിരിക്കണം എന്നാണ്, കുളി കഴിഞ്ഞിരിക്കണം. അതല്ലാണ്ട് ഏതെങ്കിലും തോന്നുന്ന സമയത്തൊക്കെ നമുക്ക് ചൂടാണെന്നും പറഞ്ഞിട്ട് തലയിൽ കൂടി വെള്ളമൊഴിക്കാൻ പാടില്ല. രാവിലെ 8 മണിക്ക് മുമ്പെങ്കിലും കുളിക്കുക. അതും നല്ല തണുത്ത പച്ചവെള്ളത്തിൽ കുളിക്കുക. ശരീരത്തിന്റെ മേത്ത് ഒഴിച്ചതിന് ശേഷം മാത്രം തലയിൽ ഒഴിക്കുക. ഒറ്റയടിക്ക് തലയിൽ ഒഴിച്ചാൽ തലക്ക് കൊടുക്കുന്ന ഷോക്കാണത്. തലച്ചോറിന് പിന്നെയും പണി കിട്ടും. ആ ഷോക്ക് അനുവദിക്കാതെ തലച്ചോറിലേക്ക് വെള്ളം, തണുപ്പ് വരുന്നുണ്ടെന്നുള്ളൊരു സൂചന കൊടുക്കാനായിട്ട് മേത്തൊക്കെ വെള്ളം ഒഴിച്ചിട്ട് തലയിൽ ഒഴിക്കുക. അത് കഴിഞ്ഞാൽ തലയിൽ വെള്ളം ഒഴിക്കാതിരിക്കുക. മേൽ കഴുകാം, ദേഹം കഴുകാം, ഏത് സമയത്തും കഴുകാം, ഒരു കുഴപ്പമില്ല. പക്ഷെ തലയിൽ പിന്നെ വെള്ളം ഒഴിക്കാതിരിക്കണമാണ് നല്ലത്. വൈകുന്നേരം പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് തല കുളിക്കാതിരിക്കുക. തലയിൽ വെള്ളം ഒഴിച്ച് ഷോക്ക് അടിപ്പിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങി. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വെള്ളം തന്നെ നമ്മുടെ ഫാനിൻ്റെ അടിയിലോ AC-യിലോ പോയി കിടക്കുമ്പോൾ ആ തലയുടെ ഉള്ളിലേക്ക് അത് ഇറങ്ങും. നീരിറക്കം വിട്ടുപോകില്ല, നീരിറക്കം. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വീടിന്റെ അകത്ത് സിമന്റ് തറയാണെങ്കിലും ടൈലാണെങ്കിലും ചെരുപ്പിടാതെ നടക്കരുത്. വീടിന്റെ അകത്ത് ചെരുപ്പിട്ട് നടക്കുക. വീടിന്റെ പുറത്ത് മുറ്റമുണ്ടെങ്കിൽ മുറ്റത്ത് ചെരുപ്പിടാണ്ട് നടക്കുക. കാല് ഭൂമിയായിട്ടൊന്ന് എർത്തിങ് ഉണ്ടാവട്ടെ.
ഭൂമി ദേവി കേട്ടിട്ടില്ലേ? ശരീരത്തിനെ ഒരുപാട് സംരക്ഷിക്കും ഭൂമിയും സൂര്യനും. ഈ സൂര്യനും ഭൂമിയും, ആകാശവും ഭൂമിയും നമ്മളെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ തിരിച്ചൊന്ന് സ്നേഹിക്കാൻ തുടങ്ങിയാൽ നമ്മളെ വളരെ നല്ല ആരോഗ്യത്തോടെ നിലനിർത്താൻ ഇവർക്ക് രണ്ടുപേർക്കും പറ്റും. അപ്പോൾ ഭൂമിയായിട്ട് ടച്ച് ഉണ്ടാവാൻ ചെരുപ്പില്ലാണ്ട് നടക്കുക, തലച്ചോറിനെ ഷോക്ക് അടിപ്പിക്കാതിരിക്കുക, നേരത്തെ കിടന്നുറങ്ങുക. ഒരു 2 കാര്യം കൂടി ഞാൻ പറയുന്നു. അതായത് നമ്മുടെ ഈ 2 വിരല്, ഇത് സുജോക് ട്രീറ്റ്മെന്റിന്റെ ഒരു ഇതാണ്, പൂർണ്ണമായ പരിഹാരമല്ല, പക്ഷെ ആശ്വാസം കിട്ടാൻ നല്ലതാണ്. നമ്മുടെ ഈ 2 വിരല്, മിഡിൽ ഫിംഗർ, റിംഗ് ഫിംഗർ, മോതിര വിരലും നടുവിരലും, ഇതിനെ നന്നായിട്ട് ഒരു ഓയിൽ ഇട്ട് ഇങ്ങനെ മസാജ് ചെയ്യണത് നല്ലതാണ്. ഇത് നമ്മുടെ 2 കാലുകളായിട്ടാണ് സുജോക് ട്രീറ്റ്മെന്റിൽ പറയുന്നത്. ഈ 2 വിരലുകളെ നന്നായിട്ട് മസാജ് ചെയ്യുക. എന്തെങ്കിലും ഇത് മോതിരമോ ചെറിയ കുത്തുള്ള, അതായത് ഇങ്ങനെ അരം പോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതിൻ്റെ ഒരു റിങ് സുജോക്കിലുണ്ട്. അപ്പോൾ അത് കിട്ടാത്തവർക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു, ഇനി ഒന്നും വേണ്ട, വെറുതെ ഇത്തിരി അല്പം എണ്ണ കയ്യിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെറുതെ മസാജ് ചെയ്യുക. അതല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക. ഇത് 2 കാലാണെന്ന് മനസ്സിൽ കരുതുക. 2 കാലാണ് ഈ നമ്മൾ അമർത്തുന്നതെന്ന് മനസ്സിൽ കരുതുക. ഈ ഭാഗം പാദം, ഈ ഭാഗം മുട്ടിന്റെ ഭാഗം, ഈ ഭാഗം നമ്മുടെ തുടഭാഗം. അപ്പോൾ മൊത്തത്തിൽ നമ്മളിങ്ങനെ മസാജ് ചെയ്താൽ ഈ 2 കാലുകളെ നമ്മൾ മസാജ് ചെയ്തതായിട്ട് കൂട്ടിയാൽ മതി. നന്നായിട്ട് അമർത്തി 2 കൈയിൻ്റെ മസാജ് ചെയ്ത് കൊടുക്കുക, പുഷ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് പ്രഷർ കൊടുക്കുക, പ്രഷർ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക. വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് ചെയ്യാം. ഇങ്ങനെയൊക്കെ അമർത്തി കൊടുക്കുക, ഇതിങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഒരു നഷ്ടമില്ലാത്ത കാര്യം, കിട്ടിയാൽ ഒരുപാട് നമുക്ക് ആശ്വാസം തരുന്ന ഒരു അവസ്ഥ. ഉള്ളംകാലിൻ്റെ അടിയിൽ കൈയും കഴിയുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ മസാജ് ചെയ്യുക, ഇങ്ങനെ കുത്തി കൊടുക്കുക. ഉള്ളംകാലിൻ്റെ അടി പ്രഷർ കൊടുക്കണം. റിഫ്ലക്സോളജി എന്നൊക്കെ പറഞ്ഞൊരു ഏരിയ വേറെ ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ഒന്ന് വീട്ടിലിരുന്ന് ചെയ്യുക. മരുന്നിനോടി ഇതിനെ തീർക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും നടക്കില്ല എന്ന് മനസ്സിലാക്കുക. വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും സ്കൂൾ മുറ്റമോ ബീച്ചോ ഉണ്ടെങ്കിൽ, പൂഴിമണ്ണുണ്ടെങ്കിൽ ചെരുപ്പില്ലാണ്ട് അതിൽ കൂടി നന്നായിട്ട് അവിടെ പ്രഷർ കൊടുത്ത് നടക്കുക. കാലിൻ്റെ ഉള്ളംകാലിൻ്റെ അടിയിലൊക്കെ ആ ഒരു പ്രഷർ കിട്ടട്ടെ. അപ്പം എല്ലാവരും ഒന്ന് ശ്രമിക്കുക. ഒരുപാട് നല്ല ഒരു അഡ്വൈസാണ് തോന്നുന്നു ഞാനത് പറഞ്ഞത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുകയാണ്. ദയവായി അതിൻ്റെ നന്മ മാത്രം ഉൾക്കൊള്ളുക. ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ഒരാളുടെയെങ്കിലും പ്രാർത്ഥന എൻ്റെ മേലെ വരണം എന്നുള്ള ഒറ്റ ആഗ്രഹത്തിൻ്റെ പുറത്താണ്. അപ്പോൾ എല്ലാവരും ശ്രമിക്കുക. താങ്ക് യു.